ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഈ സ്റ്റഡി കൊമേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീനിങ് ഓഫ് അക്കൗണ്ടിങ് ആണ് കേട്ടോ. അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് എന്താണ്? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. സിസ്റ്റമാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഓക്കെ, എന്തിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സാണ്? ഓഫ് ഐഡൻറ്റിഫൈയിങ്, നമ്മൾ കണ്ടെത്തുകയാണ്. എന്താ കണ്ടെത്തുന്നത്? ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ കണ്ടെത്തുന്നത്. മെഷറിങ്, ആ ഐഡൻറ്റിഫൈ ചെയ്ത കാര്യം നമ്മൾ മെഷർ ചെയ്യാണ്, വാല്യൂവിൽ ഒരു മൂല്യം നിർണ്ണയിക്കുകയാണ്, എന്നിട്ട് അത് റെക്കോർഡ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ട്രാൻസാക്ഷൻ, ഇപ്പോൾ ഒരു സെയിൽസ് നടന്നു, അത് ഐഡൻറ്റിഫൈ ചെയ്തു, അത് സെയിൽസ് ആണെന്നുള്ളത്. എന്നിട്ട് അതിൻ്റെ വാല്യൂ നമ്മൾ നിർണ്ണയിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ₹10 എന്നുള്ളത്. എന്നിട്ട് ആ 10 എന്ന് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം വി ക്ലാസിഫൈ ഇട്ട്, അതിലുള്ള ട്രാൻസാക്ഷനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും, ഓരോ അക്കൗണ്ട്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. പിന്നീട് നമ്മൾ സമ്മറൈസിങ്, അതിനെ നമ്മൾ മൊത്തത്തിലൊന്ന് സമ്മറൈസ് ചെയ്യും. ഇത് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സമ്മറൈസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക? അനലൈസ്, ആ ഡാറ്റനെ ഒന്ന് ഇരുത്തി പരിശോധിക്കും, അനലൈസ് ചെയ്യും. എന്നിട്ട് ഇൻ്റർപ്രിറ്റ്, ആ ഡാറ്റനെ നമ്മൾ, അല്ലെങ്കിൽ ആ ഇൻഫോർമേഷനെ നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യും, എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത്. ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദി ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ടു ദി യൂസേഴ്സ്, അതിനുശേഷം ആവശ്യക്കാർക്ക് ഈ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കൈമാറുകയും ചെയ്യും. ആവശ്യക്കാർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളെ മാനേജേഴ്സ്, എംപ്ലോയീസ്, അങ്ങനെ പലരും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈങ്, മെഷറിങ്, റെക്കോർഡിംഗ്, classifying, summarizing, analyzing, interpreting and communicating financial information to the users. Next topic, definition of accounting. എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ? അക്കോർഡിംഗ് ടു AICPA, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, അക്കൗണ്ടിങ് അവരെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തതെന്ന് നോക്കാം. അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് and summarizing in a significant manner and in terms of money, transactions and events which are in part at least of the financial character and interpreting the result thereof. In the AICPA, accounting എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, ഒരു കലയാണ്. എന്തിൻ്റെ? റെക്കോർഡിങ്, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ, ക്ലാസിഫൈ ചെയ്യുന്നതിൻ്റെ, സമ്മറൈസ് ചെയ്യുന്നതിൻ്റെ, ഇതൊക്കെ ചെയ്യുന്നത് ഒരു സിഗ്നിഫിക്കൻറ്റ് മാനർ ഉണ്ട്, ഒരു ഓർഡർ ഉണ്ട്. ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, മണി മൂലമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിലൊക്കെ ഉൾപ്പെടുത്തുക. ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് ദി ഫിനാൻഷ്യൽ ക്യാരക്ടർ, മോണിറ്ററി മൂല്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് എവിടെ റെക്കോർഡ് ചെയ്യുക? അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുക. ആൻഡ് ഇൻ്റർപ്രിറ്റിംഗ് ദി റിസൾട്ട് ദെയർ ഓഫ്, അതിനുശേഷം അതിൻ്റെ റിസൾട്ടൊക്കെ നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യും. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ആട്രിബ്യൂട്ട്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അതായത് മോണിറ്ററി രൂപത്തിലുള്ള ട്രാൻസാക്ഷനെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു മോണിറ്ററി രൂപത്തിലുള്ള കാര്യത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഓർഗനൈസേഷനിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തു ഫോർ ₹10,000. അത് നമുക്ക് പറയാൻ പറ്റും ഒരു മോണിറ്ററി ഇടപാടാണ് എന്നുള്ളത്. ഒരു ഓർഗനൈസേഷനിൽ ഇതല്ലാണ്ട് വേറെയും കാര്യങ്ങൾ നടക്കില്ല, ലൈക്ക് അപ്പോയിൻമെൻറ്റ് ഓഫ് എ മാനേജർ. അപ്പോൾ ആ മാനേജറിനെ അപ്പോയിൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മോണിറ്ററി വാല്യൂ ഉള്ള ഒരു ട്രാൻസാക്ഷൻ അല്ല. അപ്പോൾ അത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട. മോണിറ്ററി വാല്യൂ ഉള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തതിലുള്ളത്. രണ്ടാമത്തത്, മെഷർമെൻറ്റ് ഇൻ ടേംസ് ഓഫ് മണി. നമുക്ക് പൈസ മൂല്യത്തിൽ പറയാൻ കഴിയണം. ഏതെങ്കിലും കറൻസി രൂപത്തിലൊക്കെ നമുക്ക് ഇതിനെ പറയാനും എഴുതാനും കഴിയണം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പിയിൽ ₹10,000 എന്ന് എഴുതാൻ പറ്റുക. ഓക്കെ, മൂന്നാമത്തതാണ് റെക്കോർഡിംഗ്. നമ്മൾ ഈ ഡാറ്റിനെ റെക്കോർഡ് ചെയ്യുക. എവിടെയാണ് ഇത് റെക്കോർഡ് ചെയ്യുക? ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് ഇതിൻ്റെ മോണിറ്ററി ടേംസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് റെക്കോർഡ് ചെയ്യണം. ഡാറ്റ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുക? പ്രൈമറി ബുക്സ് ഓഫ് അക്കൗണ്ട് ആയിട്ടുള്ള ജേർണലിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. നാലാമത്തത് ക്ലാസിഫയിങ്. സിമിലർ നാച്ചറിലുള്ള ഫിനാൻഷ്യൽ ഡാറ്റാസിനെ ഗ്രൂപ്പിംഗ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്ലാസിഫയിങ് എന്ന് പറയുക. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലെഡ്ജർ ബുക്സ് എന്ന് പറയുന്നത്.
അഞ്ചാമത്തത് സമ്മറൈസിങ്. നമ്മളിപ്പോൾ ക്ലാസിഫൈ ചെയ്ത ഡാറ്റനെ സമ്മറൈസ് ചെയ്യുക. എങ്ങനെയാണ് സമ്മറൈസ് ചെയ്യുന്നത്? എല്ലാവർക്കും അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രീതിയിൽ അതിനെ മാറ്റുക എന്നുള്ളതാണ് സമ്മറൈസിങ്ങിൽ പറയുന്നത്. ഓക്കെ, ഈ സമ്മറൈസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്, അതുപോലെ ബാലൻസ് ഷീറ്റ്. ഈ 3 കാര്യങ്ങളിലൂടെയാണ് നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷനെ സമ്മറൈസ് ചെയ്യുക. നാലാമത്തത് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. അടുത്തത് നമ്മൾ ഫിനാൻഷ്യൽ ഡാറ്റനെ അനലൈസ് ചെയ്യും ഇൻ്റർപ്രിറ്റ് ചെയ്യും ചെയ്യുക. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇതിലൂടെ നമുക്ക് ആ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റിയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷനും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അനലൈസിങ്ങും ഇൻ്റർപ്രിറ്റേഷനും ചെയ്യുന്നത്. ഏറ്റവും ലാസ്റ്റത്തേതാണ് കമ്മ്യൂണിക്കേറ്റിംഗ്. നമ്മൾ ഈ വിവരങ്ങളൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളോട് എക്സാമിന് വാട്ട് ഈസ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് എന്നൊക്കെ ക്വസ്റ്റ്യനിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് എഴുതാം, അതിൻ്റെ എക്സ്പ്ലനേഷനും കൊടുക്കാം കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് ഒബ്ജക്റ്റീവാണ് മെയിൻറ്റെയിനിങ് സിസ്റ്റമാറ്റിക് റെക്കോർഡ്. നമ്മൾ കിട്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതിനാണ് മെയിൻറ്റെയിനിങ് എ സിസ്റ്റമാറ്റിക് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സിസ്റ്റമാറ്റിക് ഓർഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഫസ്റ്റ് നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുക, അതിനുശേഷം പിന്നീടുള്ള ട്രാൻസാക്ഷന് ക്രോണോളജിക്കൽ ഓർഡറിൽ റെക്കോർഡ് ചെയ്യുന്നതിനാണ് സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് അസർട്ടൈനിങ് പ്രോഫിറ്റ് ഓർ ലോസ് ടു ഡിറ്റർമൈൻ വെദർ ദി ബിസിനസ് ഏൺഡ് എ പ്രോഫിറ്റ് ഓർ സഫറിങ് എ ലോസ് ഡ്യൂറിങ് എൻ അക്കൗണ്ടിങ് പീരിയഡ്. ഒരു അക്കൗണ്ടിങ് ഇയറിൽ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അതിൻ്റെ വർക്കിങ്ങിലൂടെ ലാഭമാണോ അതോ നഷ്ടമാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ഓർ ലോസ് അസർട്ടൈൻ ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവാണ് അസർട്ടൈനിങ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത്, ഫിനാൻഷ്യൽ അസറ്റ്, അതുപോലെ ലാബിലിറ്റീസ് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യുന്നത്. ഇതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, നാലാമത്തതാണ് പ്രൊവൈഡിങ് ഇൻഫോർമേഷൻ ടു ദി യൂസേഴ്സ്. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ഡാറ്റ വേരിയസ് ആയിട്ടുള്ള യൂസേഴ്സിന് നമുക്ക് ഇന്റേണൽ യൂസേഴ്സ് എന്നും പറയാം, എക്സ്റ്റേണൽ യൂസേഴ്സ് എന്നും പറയാം. അപ്പോൾ ഈ താല്പര്യമുള്ള ഇന്റേണൽ യൂസേഴ്സിനും എക്സ്റ്റേണൽ യൂസേഴ്സിനും ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു ദി യൂസേഴ്സിൽ പറയുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്നത്? ഫോർ ഡിസിഷൻ മേക്കിംഗ് രീതിയിലുള്ള തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് ഇൻ ബിസിനസ്. ബിസിനസ്സിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മെയിൻറ്റെയിനിങ് സിസ്റ്റമാറ്റിക് റെക്കോർഡ്. അഥവാ ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ്റെ കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ടും, കാരണം അതിലൂടെയാണ് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് ഇതൊക്കെ നോക്കാൻ പോകുന്നത്. രണ്ടാമത്തതാണ് അസിസ്റ്റൻസ് ടു മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് ഈ ഫിനാൻഷ്യൽ ഡാറ്റ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അവരുടെ ഡിസിഷൻ മേക്കിങ്ങിനും അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലാനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിന് ഒരു അസിസ്റ്റൻസ് ആണ്. മൂന്നാമത്തത് മീറ്റിംഗ് ലീഗൽ റിക്വയർമെന്റ്സ്. നിയമപരമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ, ലൈക്ക് ടാക്സിന്റെ കാര്യങ്ങൾ. ഇതിന്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഭയങ്കര ഉപകാരമാണ്. അപ്പോൾ ഇത് നമുക്കൊരു എവിഡൻസ് ആയിട്ടൊക്കെ കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നാലാമത്തത് ഫെസിലിറ്റേറ്റിംഗ് കമ്പാരിസൺ. ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ കറൻറ്റ് ഇയറിലെ ഇൻഫർമേഷനും അതുപോലെ പ്രീവിയസ് ഇയറിലെ ഇൻഫർമേഷനും ഒക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഒരു കമ്പനിയുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, കഴിഞ്ഞ കൊല്ലത്തത് എങ്ങനെ ഉണ്ടായിരുന്നു, ഇതൊക്കെ കമ്പയർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ ഡാറ്റ വെച്ചിട്ട് വേറൊരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ ഡാറ്റയും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അഞ്ചാമത്തത് കമ്മ്യൂണിക്കേറ്റിംഗ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഫിനാൻഷ്യൽ ഇൻഫർമേഷന് ഇന്റേണൽ യൂസേഴ്സിനും അതുപോലെ തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സിനും കൈമാറാൻ പറ്റും. ഏറ്റവും ലാസ്റ്റത്തെ ഫിക്സിംഗ് റെസ്പോൺസിബിലിറ്റി. പല ഡിപ്പാർട്ട്മെൻറ്റിലെയും പ്രോഫിറ്റ് ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിനും എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നോ. ഫസ്റ്റ് വൺ, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എബൌട്ട് ബിസിനസ്സിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഫിനാൻഷ്യൽ വിവരങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക്
ലഭിക്കും ഇതിലൂടെ. അതിൽ ഫിനാൻഷ്യൽ പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ട് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് ബാലൻസ് ഷീറ്റുമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. രണ്ടാമത്തത് അസിസ്റ്റൻസ് ടു മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇത് സഹായിക്കുന്നുണ്ട്. ബിസിനസ്സിൻ്റെ പ്ലാനിങ്ങിനും ബിസിനസ്സിലെ ഡിസിഷൻ മേക്കിങ്ങിനും ഒക്കെ ഇത് മാനേജ്മെൻറ്റിനെ സഹായിക്കും. മൂന്നാമത്തത് റീപ്ലേസ് മെമ്മറി. നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണല്ലേ, നമ്മുടെ ഓർമ്മശക്തിക്ക് ഒരു പരിധിയുണ്ട്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കണമെന്നില്ല. ഈ ഒരു ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കുന്നത് വഴി നമുക്ക് എല്ലാ മെമ്മറിയും റീപ്ലേസബിൾ ആണ്, നമുക്ക് എല്ലാതും കിട്ടും. അതുപോലെ തന്നെ ടൈം ടു ടൈമിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഇതിലൂടെ അവൈലബിൾ ആവും. നാലാമത്തത് ഫെസിലിറ്റേറ്റ്സ് കമ്പാരിറ്റീവ് സ്റ്റഡി. നമുക്ക് പ്രീവിയസ് ഇയറിലെ ഡാറ്റയും ഇപ്പോഴത്തെ ഡാറ്റയൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു ഓർഗനൈസേഷൻ്റെ ഡാറ്റ വെച്ചിട്ട് നമുക്ക് കമ്പാരിസൺ പോസിബിൾ ആണ്. അഞ്ചാമത്തത് ഫെസിലിറ്റേറ്റ് സെറ്റിൽമെൻറ്റ് ഓഫ് ടാക്സ് ലാബിലിറ്റി. നമ്മളുടെ ബിസിനസ്സിന് പല രീതിയിലുള്ള ടാക്സ് ലാബിലിറ്റി ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊരു എവിഡൻസ് ആയിട്ട് നമ്മളുടെ ഈ ഇൻഫർമേഷൻ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു കറക്റ്റ് എവിഡൻസ് തരും. എത്ര എമൗണ്ട് നമ്മൾ ടാക്സ് ആയിട്ട് അടക്കാനുണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ടാക്സ് എമൗണ്ട് സെറ്റിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. ആറാമത്തത് ഫെസിലിറ്റേറ്റ് ലോൺ. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളും ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉപകാരപ്പെടും. ഏഴാമത്തത് എവിഡൻസ് ഇൻ കോർട്ട്. കോർട്ടിൽ എല്ലാ രീതിയിലും ഇത് തെളിവായിട്ടൊക്കെ നമുക്ക് കാണിക്കാൻ ഉപകാരപ്പെടും ഈ ഇൻഫർമേഷൻസ്. ഓക്കെ. എട്ടാമത്തത് അസിസ്റ്റൻസ് ഇൻ ദി ഈവൻറ്റ് ഓഫ് ഇൻസോൾവൻസി എന്ന് പറഞ്ഞാൽ പാപ്പരാവുക. ഓക്കെ, പാപ്പരാവുന്ന അങ്ങനത്തെ അവസ്ഥയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് നമുക്ക് നഷ്ടം വന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഒമ്പതാമത്തത് ഹെൽപ്ഫുൾ ഇൻ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ അഡ്മിഷൻ ഓഫ് ദി പാർട്ട്ണർ, റിട്ടയർമെൻറ്റ് ഓഫ് ദി പാർട്ട്ണർ, ഡെത്ത് ഓഫ് ദി പാർട്ട്ണർ, സൊല്യൂഷൻ ഓഫ് ദി ഫേം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളിലൊക്കെ നമുക്ക് ഈ ബിസിനസ്സും പാർട്ട്നേഴ്സും ആയിട്ടുള്ള ഡീലിങ്ങും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ലിമിറ്റേഷൻ, അക്കൗണ്ടിങ് ഈസ് നോട്ട് ഫുള്ളി എക്സാക്റ്റ്. അക്കൗണ്ടിങ് പൂർണ്ണമായും കൃത്യമായ കാര്യങ്ങളെല്ലാം നമുക്ക് തരുന്നത്. ഓക്കെ, അധികമൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉള്ള ഡാറ്റാസ് ആണ്. പക്ഷെ പൂർണ്ണമായും ആണോന്ന് ചോദിച്ചാൽ അല്ല. ചില കാര്യങ്ങളൊക്കെ ഊഹങ്ങൾ വെച്ചിട്ട് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് എൻ അസറ്റ്, പ്രൊവൈഡിങ് ഡോട്ട്ഫുൾ ഡെപ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഊഹങ്ങൾ പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് എക്സാക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ല തരുന്നത് എന്നാണ് ഫസ്റ്റത്തെ ലിമിറ്റേഷൻ. രണ്ടാമത്തത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഈസ് നോട്ട് റിയലിസ്റ്റിക്. എല്ലാതും റിയലിസ്റ്റിക് അല്ല. കാരണം എന്താണ്? ഹിസ്റ്റോറിക്കൽ പ്രൈസ്, അതായത് ഒരു സാധനം വാങ്ങിക്കുന്ന വിലയ്ക്കാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ പ്രൈസ് എന്ന് പറയാം. ആ പ്രൈസിലാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ആ അസറ്റ് യൂസ് ചെയ്യും തോറും ഡിപ്രിസിയേഷൻ സംഭവിക്കും ആ വിലക്ക്. അതുകൊണ്ട് തന്നെ കറന്റ് മാർക്കറ്റ് പ്രൈസിനെ ഇവിടെ കണക്കിലെടുക്കുന്നില്ല. അത് രണ്ടാമത്തെ ഒരു ലിമിറ്റേഷനാണ്. അപ്പോൾ നമുക്ക് റിയലിസ്റ്റിക് ആണ് എന്ന് പറയാൻ പറ്റില്ല. മൂന്നാമത്തത് അക്കൗണ്ടിങ് ഇഗ്നോർസ് ദി ക്വാളിറ്റേറ്റീവ് എലമെന്റ്. ക്വാളിറ്റേറ്റീവ് എലമെന്റുകൾ കണക്കിലെടുക്കുന്നില്ല. ലൈക്ക് എംപ്ലോയീസിന്റെ കഴിവ്, മാനേജേഴ്സിന്റെ സ്കില്ല്, ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ്, ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊന്നും നമ്മൾ പരിഗണിക്കുന്നില്ല. മോണിറ്ററി വാല്യൂ ഉള്ള പണമൂല്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പരിഗണിക്കുന്നത്. നാലാമത്തത് അക്കൗണ്ടിങ് ഇഗ്നോർസ് ദി എഫക്റ്റ് ഓഫ് പ്രൈസ് ലെവൽ ചേഞ്ച്. വിലക്കയറ്റം അല്ലെങ്കിൽ വിലയിൽ മാറ്റം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഉൾപ്പെടുത്തുന്നില്ല. ലെവൽ ചേഞ്ചസ്, വിലക്കയറ്റം കാര്യങ്ങളൊന്നും ഇവിടെ നമ്മൾ പരിഗണിക്കുന്നില്ല. അഞ്ചാമത്തത് അക്കൗണ്ടിങ് മേ ലീഡ്സ് ടു വിൻഡോ ഡ്രസ്സിങ്. വിൻഡോ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ടിങ് ടു കൺസീൽ വൈറ്റൽ ഫാക്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ് ഒക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനാണ് വിൻഡോ ഡ്രസ്സിങ് എന്ന് പറയാം. ചിലപ്പോഴൊക്കെ ഈ തെറ്റായ വിവരങ്ങൾ കാണിച്ചിട്ട് പറ്റിക്കാറുണ്ട് ഈ അക്കൗണ്ടിങ്ങിൽ. അതായത് അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ നല്ലതാണ് എന്നൊക്കെ കാണിക്കുന്ന രീതിയിൽ ഡാറ്റ പ്രൊവൈഡ് ചെയ്യാം. അതാണ് വിൻഡോ ഡ്രസ്സിങ് എന്ന് പറയുന്നത്. ബുക്ക് കീപ്പിംഗ് വേഴ്സസ് അക്കൗണ്ടിങ് വേഴ്സസ് അക്കൗണ്ടൻസി. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് നോക്കാം. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ പ്രൈമറി സ്റ്റേജ് ആണ്. ഫസ്റ്റ് ഘട്ടമാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, അതുപോലെ തന്നെ അത് തരംതിരിക്കലും മാത്രമാണ് ഈ ഒരു പ്രോസസ്സിൽ ചെയ്യുന്നത്. നമ്മൾ ട്രാൻസാക്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അതിനെ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക. ഈ സംഭവങ്ങൾ മാത്രമാണ് ബുക്ക് കീപ്പിങ്ങിൽ നമ്മൾ ചെയ്യുക. നോർമലി എല്ലാ ദിവസങ്ങളിലും നടക്കുന്ന കാര്യങ്ങളാണ് ബുക്ക് കീപ്പിംഗിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ജൂനിയർ സ്റ്റാഫ്സ് ആണ് ഈ ഒരു ബുക്ക് കീപ്പിംഗ് റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് എക്സ്പീരിയൻസോ കാര്യങ്ങളോ അതൊന്നും ആവശ്യമില്ല.
അപ്പോൾ ഇതാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സ്റ്റേജ് ആണ്. ബുക്ക് കീപ്പിംഗ് എവിടെയാണ് അവസാനിക്കുന്നത് അവിടെയാണ് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സമ്മറൈസിങ്ങും അനലൈസിങ്ങും ഇന്റർപ്രിറ്റിങ്ങും ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദി ഫിനാൻഷ്യൽ റിസൾട്ട് ഇതൊക്കെയാണ് ഇവിടെ ചെയ്യുന്ന സ്റ്റേജസ്. ഓക്കെ, സീനിയർ സ്റ്റാഫ്സ് ആണ് ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കില്ലും എബിലിറ്റിയും ഒക്കെ ഇങ്ങനത്തെ ഡാറ്റ ഇന്റർപ്രിറ്റ് ചെയ്യാൻ വേണം. അടുത്തതാണ് അക്കൗണ്ടൻസി. അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ ബോഡി ഓഫ് നോളേജ്. അക്കൗണ്ടിങ്ങിന്റെ മൊത്തത്തിലുള്ള അറിവിനെ എങ്ങനെ ബുക്കിൽ എഴുതണം, അതുപോലെ തന്നെ എങ്ങനെ പഠിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതാണ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ദി ബോഡി ഓഫ് തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിലുള്ള തിയറി ഭാഗവും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഭാഗവും പറഞ്ഞു തരുന്ന ഏരിയ. ടെൽസ് us ഹൗ ടു മെയിൻറ്റെയിൻ ബുക്ക്. എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ അനലൈസ് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ അക്കൗണ്ടൻസിയിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ ഈ ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും ഇതിന്റെ രണ്ടിന്റെയും കംപ്ലീറ്റ് പ്രോസസ്സും ഡിസ്കസ് ചെയ്യുന്നതാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രാഞ്ചസ് ഓർ സബ് ഫീൽഡ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൽ വരുന്ന പല ബ്രാഞ്ചസും ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്താ റെക്കോർഡ് ചെയ്യാന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ഈവൻസും, മോണിറ്ററി വാല്യൂ ഉള്ള ട്രാൻസാക്ഷൻസും ഈവൻസും മാത്രം റെക്കോർഡ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ബിസിനസിന്റെ സാമ്പത്തിക ഭദ്രത ഒക്കെ റെക്കോർഡ് ചെയ്യും. പ്രോഫിറ്റ് എത്രയാണ്, ലോസ് എങ്ങനെയാണ്, ഇതൊക്കെ പ്രോഫിറ്റ് ഓർ ലോസിലൂടെ നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷനും നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ബാലൻസ് ഷീറ്റ്. പിന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമുക്ക് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇതിൽ നമ്മൾ കോസ്റ്റ്, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ, മാനുഫാക്ചർ ചെയ്യാൻ വരുന്ന ചിലവുകളെയാണ് നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്നത്. ഇത് നമ്മൾ മാനേജ്മെൻറ്റിന് ചിലവുകൾ ചുരുക്കിയിട്ട് പ്രോഫിറ്റ് കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് ആണ്. ഹെൽപ്പ് മാനേജ്മെൻറ്റ് ഇൻ പ്രൈസ് ഫിക്സിംഗ് ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും പ്രൈസ് ഫിക്സ് ചെയ്യാനും ഒക്കെ കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യും. റീസൺ ഡെവലപ്ഡ് ടു ഓവർകം ദി ലിമിറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനുള്ള ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തതാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ്. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാത്രമാണ് റെക്കോർഡ് ചെയ്യുക. ഈ ചെലവുകളെ കുറിച്ചൊന്നും റെക്കോർഡ് ചെയ്യില്ല. അപ്പോൾ ചെലവുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അടുത്ത ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇവിടെ മാനേജ്മെൻറ്റിന് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പ്ലാനിങ്ങിനും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ജനറേറ്റ്സ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ഫണ്ട്, കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. ഒരു അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇൻഫർമേഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫണ്ടിനെ കുറിച്ച്, കോസ്റ്റിനെ കുറിച്ച്, പ്രോഫിറ്റിനെ കുറിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ആൻഡ് മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിനും. ഇത് മൂന്നുമാണ് അക്കൗണ്ടിങ്ങിലെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. സിസ്റ്റംസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൽ 2 സിസ്റ്റംസ് ആണുള്ളത്. ഡബിൾ എൻട്രി സിസ്റ്റവും സിംഗിൾ എൻട്രി സിസ്റ്റവും. അപ്പോൾ എന്താണ് ഈ ഡബിൾ എൻട്രി സിസ്റ്റം നോക്കാം. ഈ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് രീതിയാണ് കേട്ടോ. ഇതിൽ 2 ആസ്പെക്റ്റുകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഓഫ് എവറി ട്രാൻസാക്ഷൻ. എല്ലാ ട്രാൻസാക്ഷൻ്റെയും 2 എഫക്റ്റ് ഉണ്ട്. ആ 2 എഫക്റ്റും റെക്കോർഡ് ചെയ്യും. അതിൽ ഒരു എഫക്റ്റ് ആണ് ഡെബിറ്റഡ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ആസ്പെക്റ്റ് ആണ് ക്രെഡിറ്റഡ് എന്ന് പറയുന്നത്. ഇത് ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. യൂസേജ് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആൻഡ് ആക്സെപ്റ്റഡ് ഇൻ അക്കൗണ്ടിങ്. ലോകമെമ്പാടും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഈ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കേട്ടോ. ഇത് ഒരു ട്രാൻസാക്ഷന്റെ 2 എഫക്റ്റിനെ റെക്കോർഡ് ചെയ്യില്ല, ഏതെങ്കിലും ഒരു എഫക്റ്റിനെ ആയിരിക്കും റെക്കോർഡ് ചെയ്യുക. അതുകൊണ്ടാണ് ഇതിന് ഇൻകംപ്ലീറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓൾ ട്രാൻസാക്ഷൻസ് ആർ നോട്ട് റെക്കോർഡഡ് ഓൺ ഡബിൾ എൻട്രി ബേസിസ്. ഡബിൾ എൻട്രി ബേസിസിൽ 2 എഫക്റ്റിന്റെ ബേസിസിൽ നമ്മളിവിടെ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുന്നില്ല. പിന്നെ ഈ സിംഗിൾ എൻട്രി സിസ്റ്റം നിങ്ങൾക്ക് സിലബസിൽ അങ്ങനെ പഠിക്കാൻ അല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് ടോപ്പിക്കാണ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആരൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. യൂസേഴ്സിനെ 2 കാറ്റഗറി ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്നാണ് ഇന്റേണൽ യൂസേഴ്സ്, രണ്ടാമത്തത് എക്സ്റ്റേണൽ യൂസേഴ്സ്.
ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ളവർ ആ ഡാറ്റനെ യൂസ് ചെയ്യുമ്പോൾ അവരെയാണ് നമ്മൾ ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ഇൻഡിവിജ്വൽസ് ഇൻസൈഡ് ദി ബിസിനസ് ഓർഗനൈസേഷൻ ഹൂ ഹാവ് ഡയറക്റ്റ് ആക്സസ് ടു ദി ഇന്റേണൽ ഡാറ്റ. ഇന്റേണൽ ഡാറ്റ കാര്യങ്ങൾക്കൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഇവർക്ക് ആക്സസ് ഉണ്ട്. അപ്പോൾ ആരൊക്കെയാണ് അതിൽ പെടുക? ഓണർ, ബിസിനസിൻ്റെ ഓണർ. അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ടിങ് ഡാറ്റ ഒക്കെ ചെക്ക് ചെയ്യുന്നത്? ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി അറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ ഈ ഓർഗനൈസേഷനിൽ സേഫ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഓണേഴ്സ് അക്കൗണ്ടിങ് ഡാറ്റ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡാറ്റ യൂസ് ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ പ്ലാനിങ്ങിനും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ എടുക്കേണ്ട ഡിസിഷൻസ്, കൺട്രോൾ ദ ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ എംപ്ലോയീസ് ആണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത്, എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ്. ഇവരെന്തിനു വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? അവർക്ക് സാലറി കൃത്യമായിട്ട് കിട്ടുമോ, സാലറിയിൽ വല്ല ഹൈക്ക് ഉണ്ടാവുമോ, ബോണസ് കിട്ടുമോ, ചെയ്യുന്ന ജോബ് സെക്യൂർഡ് ആണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എംപ്ലോയീസ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുക. അക്കൗണ്ടിങ് ഡാറ്റാസ് ഒക്കെ നോക്കുമ്പോൾ അവർക്കറിയാം നമ്മളുടെ ഓർഗനൈസേഷൻ നല്ലൊരു പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ അവരുടെ സാലറിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടും, ജോബ് സെക്യൂർഡ് ആണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്റേണൽ യൂസേഴ്സ്. ഇനി നമുക്ക് എക്സ്റ്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓർഗനൈസേഷൻ്റെ പുറമെയുള്ള വ്യക്തികളാണ് കേട്ടോ ഇവിടെ എക്സ്റ്റേണൽ യൂസേഴ്സ്. ദർ ആർ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ഔട്ട്സൈഡ് ദി ബിസിനസ് ഹൂ നീഡ് ദ ഇൻഫർമേഷൻ ടു പ്രൊട്ടക്ട് ദെയർ ഇൻട്രസ്റ്റ്. അവരുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആരൊക്കെ വരിക? ഇൻവെസ്റ്റേഴ്സ് ഓർ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ വേണ്ടേ? ഈ ബിസിനസ് ഓർഗനൈസേഷൻ നല്ല പ്രോഫിറ്റബിൾ ആണെങ്കിലാണല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഡിസൈഡ് വെദർ ടു ബൈ ഓർ ഹോൾഡ് ദ ഷെയർസ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് ക്രെഡിറ്റേഴ്സ് ഓർ ബാങ്ക്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവരെന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു കമ്പനിയുടെ ക്രെഡിറ്റ് വർത്ത്നെസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് കടമായിട്ട് എന്തെങ്കിലും ക്യാഷ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചടക്കാൻ ഇവർ ഏബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഫിനാൻഷ്യൽ ഡാറ്റ യൂസ് ചെയ്യുന്നത്. ടു ചെക്ക് ദി ക്രെഡിറ്റ് വർത്ത്നെസ് ആൻഡ് എബിലിറ്റി ഓഫ് ദി ബിസിനസ് ടു റീപേ ലോൺസ്. മൂന്നാമത്തത് ഗവൺമെൻറ് ആൻഡ് ടാക്സ് അതോറിറ്റി. ഈ ഒരു ഓർഗനൈസേഷൻ്റെ GST അതുപോലെ ഇൻകം ടാക്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ്റും ടാക്സ് അതോറിറ്റിയും ഒക്കെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നാലാമത്തത് കസ്റ്റമേഴ്സ് ഓർ പബ്ലിക്. To analyze the firm's contribution to the society and product pricing. ഫേം സൊസൈറ്റിയിലോട്ട് ചെയ്യുന്ന കോൺട്രിബ്യൂഷൻസ് കാര്യങ്ങൾ അറിയാം, അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിങ് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ജനറൽ പബ്ലിക് അക്കൗണ്ടിങ് ഡാറ്റാസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റേർണൽ യൂസേഴ്സും എക്സ്റ്റേർണൽ യൂസേഴ്സും. നെക്സ്റ്റ് ടോപ്പിക്കാണ് അക്കൗണ്ടിങ് സൈക്കിൾ. അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറഞ്ഞ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, സ്റ്റാർട്ടിങ് ഫ്രം ദി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എ ട്രാൻസാക്ഷൻ ടു കമ്മ്യൂണിക്കേറ്റിംഗ് ഇറ്റ് വൈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ തുടങ്ങുന്ന ഒരു പ്രോസസ്സാണ് ഈ അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് സൈക്കിൾ ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് പ്രവർത്തനം എങ്ങനെയാണ് നിരന്തരം നടക്കുന്നത് എന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് തുടങ്ങുന്നത് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഈവൻസിലാണ്. നമ്മളൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ ആ ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ പിന്നീട് ജേർണലിലോട്ട് എഴുതും, എടുത്തെഴുതും. പിന്നെ ആ ജേർണലിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ അത് ലെഡ്ജറിലോട്ടാണ് മാറ്റുക. ലെഡ്ജർ നാച്ചുറലുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ലെഡ്ജറിൽ ചെയ്യുന്നത്. അതിനുശേഷം ഈ മാറ്റങ്ങളൊക്കെ ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ട്രയൽ ബാലൻസ് ചെക്കിംഗ് ദി അത്തമെറ്റിക്കൽ അക്യൂറസി ഓഫ് ദി ലെഡ്ജർ അക്കൗണ്ടിൽ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ, കാൽക്കുലേഷൻസും ഇതൊക്കെ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഈ ഓർഗനൈസേഷൻ്റെ ലാഭവും നഷ്ടമൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട്, നെറ്റ് പ്രോഫിറ്റും ലോസും ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം ഓർഗനൈസേഷൻ്റെ ആസ്തി, ഫിനാൻഷ്യൽ പൊസിഷൻ, അസറ്റ് ആൻഡ് ലാബിലിറ്റീസ് ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട്, അതായത് ഓർഗനൈസേഷൻ്റെ ആസ്തി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യും, ഇൻ്റർപ്രിറ്റ് ചെയ്യും സ്റ്റേജാണ് ഇവിടെ. അതിനുശേഷം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ടു ദി യൂസേഴ്സ്, അക്കൗണ്ടിങ് ഡാറ്റയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിന് ഇത് കൈമാറുകയും ചെയ്യും. അപ്പോൾ അവിടെ ഷെയറിംഗ് ഫൈനൽ റിപ്പോർട്ട് വിത്ത് ഓണേഴ്സ്, ബാങ്ക് ആൻഡ് അതോറിറ്റി, ആരൊക്കെയാണോ യൂസേഴ്സ് താല്പര്യമുള്ളവർ അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യുക. അത് ക്ലാസ് ഇഷ്ടമാവുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടെങ്കിൽ എല്ലാവരുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.